PC ജോർജിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നിയമസഭയിലെത്തി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകിയിരിക്കുകയാണ് യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ ഭാരവാഹികൾ. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് തന്നെ കൊടുത്തു. മുഖ്യമന്ത്രിയെ നേരിട്ട് തന്നെ പരാതി ബോധിപ്പിച്ചു. അതായത് ഈരാറ്റുപേട്ടയിലും പാലായിലുമായിട്ട് പല സ്ഥലങ്ങളിലും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. നിരന്തരം ഈരാറ്റുപേട്ട ഇതുപോലെ അപമാനിക്കുന്നതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഡയറക്റ്റ് കണ്ട് പരാതി ബോധിപ്പിച്ചിരിക്കുകയാണ്. എന്താ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ മറുപടി പറഞ്ഞു? മുഖ്യമന്ത്രി പരാതിയെക്കുറിച്ച് അന്വേഷിക്കാം, വേണ്ട നടപടികളെടുക്കാമെന്ന അനുഭാവപൂർവമായ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. നമ്മൾക്കതിൽ പ്രതീക്ഷയുണ്ട്. കാരണം PC ജോർജിൻ്റെ വിഷവിരുദ്ധമായ വാക്കുകൾ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം PC ജോർജിൻ്റെ വീഡിയോയുടെ ചുവട് പിടിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ യൂട്യൂബ് മാധ്യമങ്ങളുടെയും യൂട്യൂബ് ചാനലുകളുടെയും ഒക്കെ വളരെ വിദ്വേഷപരമായ കാര്യങ്ങൾ PC ജോർജിൻ്റെ പ്രസ്താവനകളെ മുൻനിർത്തി നടത്തുകയാണ്. ഇത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അത് സമൂഹത്തിൽ വളരെ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം, വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണ്. ഇതൊരു സമൂഹത്തിനെതിരെയുള്ള ഭയങ്കരമായൊരു ഒറ്റതിരിഞ്ഞുള്ള അക്രമത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈരാറ്റുപേട്ട എന്നുള്ള നാടിനെ തന്നെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് മിനി താലിബാൻ എന്നിവരൊക്കെയാണ് PC ജോർജിൻ്റെ വീഡിയോയുടെ ചൂട് പിടിച്ചുകൊണ്ട് മാത്യു സാമുവൽ എന്ന് പറയുന്നൊരു മാധ്യമപ്രവർത്തകൻ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ അപലപനീയമായ കാര്യമാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ മതസൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും തകർക്കുന്ന നടപടികളാണ്. ഈരാറ്റുപേട്ട പോലീസിനോട് ജാമ്യവ്യവസ്ഥ ചൂണ്ടിക്കാട്ടി വീണ്ടും പരാതി കൊടുത്തപ്പം എന്താ അവരുടെ ഒരു നിലപാട്? അവരൊരു രീതിയിലും അതിനെ ഉൾക്കൊള്ളുന്നില്ല, വീണ്ടും വീണ്ടും തള്ളിക്കളയുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കാൻ വന്നു. മുഖ്യമന്ത്രിയെ കണ്ടു, പരാതി കൊടുത്തു, വേണ്ട വിധം ഇതിനുള്ള സംവിധാനം ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. കാസ എന്ന സംഘടനയ്ക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. കാസ എന്ന സംഘടനയ്ക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. കാസ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി വളരെ വർഗീയപരമായിട്ടുള്ള ഇത് കൂട്ടുകാണലാണ് ഇപ്പോൾ PC ജോർജിൻ്റെ ഈ വാക്കുകൾ വന്നതിന് ശേഷങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് കാസയ്ക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈരാറ്റുപേട്ട എന്ന നാടിനെതിരെ വളരെ വർഗീയപരമായിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങനെയുള്ള സംഘടനകളൊക്കെ നിലവിൽ സോഷ്യൽ മീഡിയ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വേണ്ടിയാണ് നമ്മൾ CMനെ നേരിട്ട് വന്ന് കണ്ട് പരാതി ബോധിപ്പിച്ചിരിക്കുന്നത്. ഒരു സമുദായത്തിനെതിരെ മാത്രമല്ല, ഒരു നാടിനെതിരെ കൂടിയാണ് PC ജോർജിൻ്റെയും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളുടെയും പ്രചരണമെന്നാണ് ഇവർ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.